ഗൂഗിൾ പിക്സൽ 4a 5G ഇന്ത്യയിൽ ഇറങ്ങിയ ഗൂഗിൾ പിക്സൽ 4aന്റെ 5G വെർഷനാണ് എന്നുള്ളതിലുപരി ഒട്ടനവധി വ്യത്യാസങ്ങളാണ് നമ്മൾക്ക് ഈ രണ്ട് ഡിവൈസുകളും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൂഗിൾ പിക്സൽ 4a 5Gയുടെ റീറ്റെയിൽ ബോക്സ്. ഇത് ഇന്ത്യൻ യൂണിറ്റ് അല്ല, ഇതൊരു അമേരിക്കൻ യൂണിറ്റ് ആണ്. ഇന്ത്യയിൽ ഈ ഫോൺ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾക്ക് ഈ ബോക്സിൽ മുകളിലായിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ ബ്രാൻഡിങ്ങും സൈഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്ലെയിൻ വൈറ്റ് ബോക്സ് ആണ്. ബാക്ക് സൈഡിൽ നമുക്ക് ടീം ഗൂഗിൾ എന്നും എഴുതിയിട്ടുണ്ട്. സോ നമ്മൾക്കിത് അൺബോക്സ് ചെയ്യാം. സോ ബോക്സിനകത്ത് നമുക്ക് ഗൂഗിൾ പിക്സൽ 4a ഫോൺ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബോക്സിൻ്റെ ഉള്ളിൽ താഴെയായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വർക്കുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിം എജക്ടർ ടൂളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മുടെ ബോക്സിൻ്റെ താഴെ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോർമൽ USB-A ടൈപ്പ് ചാർജർ അല്ല, ഇതൊരു USB-C പവർ ഡെലിവറി ടൈപ്പ് ചാർജറാണ്. അതുപോലെ തന്നെ ഒരു USB Type-C to Type-C കേബിളും കൂടെ ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾക്ക് ബോക്സിൽ എക്സ്ട്രാ ആയിട്ട് ഒരു USB-C to USB-A OTG അഡാപ്റ്ററും കൂടെ ഇതിൻ്റെ കൂടെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇൻബോക്സ് കണ്ടൻസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കേസും കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഡിവൈസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു വൈറ്റ് കളറുള്ളൊരു പവർ ബട്ടനാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വോളിയം റോക്കേഴ്സും അവൈലബിൾ ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു സിം ട്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിം ട്രേ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിം ട്രേ ആണ്. ഇതിനകത്ത് മെമ്മറി കാർഡും യാതൊന്നും ഇടാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സിം മാത്രമേ ഇടാനായിട്ട് സാധിക്കുള്ളൂ. ഇനി മുകൾ ഭാഗത്തിൽ നമ്മൾക്കൊരു 3.5mm ജാക്കും നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും കാണാൻ സാധിക്കും. ഇനി താഴെ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് USB-C പോർട്ടും അതേപോലെ സ്പീക്കർ ഗ്രില്ലും താഴത്തെ മൈക്രോഫോണുമാണ് കാണാൻ സാധിക്കുന്നത്. ഡിവൈസിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു പ്ലാസ്റ്റിക് ബാക്ക് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ മൊഡ്യൂൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും ഗൂഗിളിന്റെ ഒരു ചെറിയ G എന്നുള്ള ബ്രാൻഡിങ്ങും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. ഇനി ഫോണിന്റെ മുൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു 6.2 ഇഞ്ചിന്റെ ഒരു OLED HDR ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള പിക്സൽ 4a വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പിക്സൽ 4a നമ്മൾക്കൊരു 5.8 ഇഞ്ച് മാത്രമേ ഡിസ്പ്ലേ ഉണ്ടായുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു 4a 5G വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. സോ 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു HDR സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് 4K HDR 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയും കാണാനായിട്ട് സാധിക്കും. സോ HDR കണ്ടന്റ് വളരെ നല്ല ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. വളരെ നല്ല പഞ്ചി കളേഴ്സും ഡീപ്പ് ബ്ലാക്സും എല്ലാം തന്നെ നമ്മൾക്ക് ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷനാണ് തന്നിരിക്കുന്നത്. ഇനി ടച്ച് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ടച്ച് റെസ്പോൺസ് ആണ്. എനിക്ക് യൂസ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊരു നോർമൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ആയില്ല. ഇനി ബ്രൈറ്റ്നസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇൻഡോറിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഈ ഡിവൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മൾ ഔട്ട്ഡോറിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഇട്ടാൽ പോലും അധികം അത്ര ഒരു ബ്രൈറ്റ്നസ് നമുക്ക് തോന്നിക്കുന്നില്ല. ചില സമയങ്ങളിൽ പ്രത്യേകിച്ചും സൂര്യൻ്റെ ഡയറക്റ്റ് അടിയിലാണെങ്കിൽ വിസിബിലിറ്റി ചെറുതായിട്ട് നമ്മൾക്കൊരു ഇഷ്യൂസ് വരുത്തുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഡീസൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ബ്രൈറ്റ്നസ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ടൈമും നോട്ടിഫിക്കേഷൻസും മാത്രം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിട്ട് ഫുൾ ടൈം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഇൻഹാൻഡ് ഫീലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഡിസൈൻഡ് ഫോൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം സൈസ് വളരെ വലുതല്ല, എന്നാൽ വളരെ ചെറുതുമല്ല. എന്നാൽ ഈ ഡിവൈസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 168 ഗ്രാമാണ് നമുക്ക് 5G വേരിയൻറ്റിൽ വരുന്നത്. പക്ഷേ സർപ്രൈസിംഗ്ലി 4G വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് വെറും 143 ഗ്രാം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് ഡിഫറൻസ് ഈ രണ്ട് ഫോണുകളും തമ്മിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഡിവൈസിനെ പവർ ചെയ്യുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 765G, നമ്മുടെ OnePlus നോഡിലൊക്കെ കണ്ട 765G ചിപ്സെറ്റാണ്. അതേസമയം നമ്മൾക്ക് ഇന്ത്യൻ വേരിയൻറ്റിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 730G ആണ്. അപ്പോൾ 730Gയും 765Gയും തമ്മിൽ വളരെ നല്ല വ്യത്യാസമുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 6GB റാമും അതേപോലെ 128GB UFS 2.1 സ്റ്റോറേജും ഉള്ളതുകൊണ്ട് വളരെ സ്നാപ്പി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഡിവൈസ് നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. ഇന്ത്യൻ യൂണിറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്, ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം കുറച്ചുകൂടി ബെറ്റർ ഗ്രാഫിക്സ് എല്ലാം തരുന്നത് നമ്മൾക്ക് ഈ ഒരു 5G വേരിയൻ്റ് ആണ്.
ഇനി അതേപോലെ ഈ രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഇത്രയും അധികം വെയിറ്റ് വ്യത്യാസം വരാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. അപ്പോൾ പിക്സൽ 4എയും പിക്സൽ 4a 5Gയും തമ്മിൽ നമുക്ക് ബാറ്ററിയുടെ മില്ലി ആംപിയറിൽ വ്യത്യാസമുണ്ട്. പിക്സൽ 4a ആണെങ്കിൽ 3140 മില്ലി ആംപിയർ മാത്രമേ ഉണ്ടായുള്ളൂ. പിക്സൽ 4a 5G ആണെങ്കിൽ നിങ്ങൾക്ക് 3885 മില്ലി ആംപിയർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ബാക്കപ്പ് തരുന്നതും പിക്സൽ 4a 5G ആണ്. അതുപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് 11ലാണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. അപ്പോൾ അതിൽ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറയുന്ന ഫീച്ചറും കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു യൂസേജ് എങ്ങനെയാണ് എന്ന് കണ്ട് അതിനൊത്ത് ബാറ്ററി അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കേപ്പബിലിറ്റിയും കേപ്പബിലിറ്റി എല്ലാം ഈ ഡിവൈസിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കാഷ്വൽ യൂസറിന് സുഖമായിട്ട് ഒരു ഡേ മുഴുവനും നിൽക്കുന്നതാണ്. അതേസമയം നിങ്ങൾ കൂടുതൽ നേരം ക്യാമറയും അതേപോലെ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5 to 6 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ പിക്സൽ ഫോണുകളെല്ലാം ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്ന പിക്സൽ ഫോണുകളുടെ ക്യാമറ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ക്യാമറ സെക്ഷനിലും പിക്സൽ 4എയും 4a 5Gയും തമ്മിൽ വളരെ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പിക്സൽ 4എയിൽ ഒരൊറ്റ 12.2 മെഗാ പിക്സലിൻ്റെ ക്യാമറ മാത്രമേ ഉണ്ടായുള്ളൂ. 4a 5Gയിൽ നിങ്ങൾക്ക് 2 ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. പ്രൈമറി ക്യാമറ ഒരു 12.2 മെഗാ പിക്സലിൻ്റെ ക്യാമറയും സെക്കൻഡറി ക്യാമറ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്, അതൊരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഇത് തന്നെയാണ് മാക്രോ ക്യാമറയായിട്ടും അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ക്യാമറ സാമ്പിൾസിൽ ഇതിന് തക്കതായ ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഐഫോൺ 8ൻ്റെ ഒരു ഫോട്ടോ സാമ്പിൾസും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പിക്സൽ 4a 5Gയിലും ഐഫോൺ 8ൻ്റെയും ഫോട്ടോസ് ഞാൻ സൈഡ് ബൈ സൈഡ് കാണിക്കാം. എന്താണ് രണ്ട് ഫോണുകളിലും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ട് ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ക്യാമറ സാമ്പിൾസിൽ നമുക്ക് മാക്രോ ഫോട്ടോസ് കാണാൻ സാധിക്കും. അതേപോലെ അൾട്രാ വൈഡും വൈഡ് ആംഗിളും പോർട്രേറ്റ് എല്ലാം തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് പിക്സൽ 4a 5Gയിൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിങ്ങളുടെ ഫോൺ വെക്കുന്നതെങ്കിൽ സുഖമായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുക. അപ്പോൾ ഇതേപോലെ വളരെ നല്ല രീതിയിലുള്ള നൈറ്റ് സ്കൈയുടെ ഫോട്ടോസ് എല്ലാം പിക്സൽ 4a 5Gയിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വീഡിയോ സെക്ഷനിൽ വരുവാണെങ്കിൽ ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഐഫോൺ 8ലും അതേപോലെ പിക്സൽ 4a 5Gയിലും എടുത്ത വീഡിയോ സാമ്പിൾസാണ് ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾക്കിതിൽ രണ്ടിലും തന്നെ വളരെ നല്ലൊരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ പിക്സൽ 4a 5Gയിൽ നിങ്ങൾക്ക് 4K 30 FPS 4K 60 FPS വരെയും എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലും വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് പിക്സൽ 4a കാഴ്ചവെക്കുന്നത്. ഇനി അതേപോലെ ഈ ഡിവൈസിൽ ഫ്രണ്ട് ക്യാമറ നമ്മൾക്കൊരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലെ സെൽഫി സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് മോഡ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്ക് അങ്ങ് പോരാ. എനിക്ക് ബ്ലർ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു ഒറ്റ ക്യാമറയും ആ ഒരു കമ്പ്യൂട്ടേഷൻ ഫോട്ടോഗ്രാഫി ആണെങ്കിലും എഡ്ജും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ബ്ലർ ആവുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് എനിക്ക് തോന്നിയായിരുന്നു. അതല്ലാതെ ബാക്കിയുള്ള ഫോട്ടോ ക്ലാരിറ്റി എല്ലാം വളരെ നല്ല ട്രൂ ടോൺ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഈ ഡിവൈസിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോസും വീഡിയോസും എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യായിരുന്നു. അതായത് ഉച്ച സമയത്താണ് നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തത്. ഏകദേശം 15 മിനിറ്റോളം നമ്മൾ ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ക്യാമറ ആപ്ലിക്കേഷന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു വാർണിംഗ് വരുമായിരുന്നു. അതായത് നമ്മുടെ ഈ ഡിവൈസ് ഹീറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി കുറച്ച് അഫക്റ്റ് ചെയ്യും എന്ന് കാണിക്കുമായിരുന്നു. ഒരു 15 മിനിറ്റ് മാത്രം നമ്മൾ ക്യാമറ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഡിവൈസ് ഹീറ്റായി. അതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ചെറുതായിട്ട് നമുക്ക് പിക്സൽ 4a 5G ഫോണിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ടും ഫോണിൻ്റെ ബാക്കിൽ ക്യാമറയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നമുക്ക് ചെറിയൊരു ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് ഈ ഹീറ്റ് നല്ല രീതിയിൽ നമുക്ക് ഫീലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര തോന്നില്ലെങ്കിലും ഡയറക്റ്റായിട്ട് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അനുഭവപ്പെടും. ഇപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും ഈ സെയിം പ്ലേസിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹീറ്റിംഗ് എന്തായാലും അനുഭവപ്പെടും. ഇനി അതേപോലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഡിവൈസിൽ നിങ്ങൾക്കൊരു സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത്. വളരെ നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഡിവൈസിൻ്റെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ 3.5mm ജാക്ക് ഉണ്ട്. പിന്നെ NFC സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പവർ ഡെലിവറി ചാർജറാണ് വരുന്നത്. അതായത് USB-C ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 18 വാട്ടിൻ്റെ ചാർജർ എൻ്റെ കയ്യിലും ഉണ്ടായി. എന്നാൽ അത് ക്വാൽകോമിൻ്റെ ക്വിക്ക് ചാർജ് ചാർജറായിരുന്നു, പവർ ഡെലിവറി ചാർജർ അല്ല. എന്നാൽ അതിൽ ഞാൻ കുത്തി നോക്കിയപ്പോൾ എനിക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുത്ത ആ ഒരു PD ചാർജർ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 18 വാട്ടിൻ്റെ റാപ്പിഡ് ചാർജിങ് കിട്ടുകയുള്ളൂ. അല്ലാതെ ക്വാൽകോമിൻ്റെ ക്വിക്ക് ചാർജ് 18 വാട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നോർമൽ സ്പീഡിൽ മാത്രമേ ആ ചാർജറുകളിലൂടെ ചാർജ് ആവുള്ളൂ.
ഇനി ഈ ഡിവൈസ് ഒരു ഇന്ത്യൻ യൂണിറ്റ് അല്ല, ഫോറിൻ യൂണിറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് നെറ്റ്വർക്കിൽ കുറച്ച് ഇഷ്യൂസ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നെറ്റ്വർക്കിൽ യാതൊരു ഇഷ്യൂസും ഉണ്ടായില്ല. നല്ല രീതിയിൽ കോളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ 5G എനേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 5G വരുന്ന സമയത്ത് സുഖമായിട്ട് ജസ്റ്റ് 5Gയിലേക്ക് സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും വളരെ നല്ലൊരു ഹാപ്റ്റിക് ആയിരുന്നു. കുറച്ചുകൂടി പ്രീമിയം ഫീൽ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ നോർമൽ ആൻഡ്രോയിഡ് ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഇനി ഫിംഗർ പ്രിൻറ്റ് റീഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് റീഡറും വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ഫിംഗർ പ്രിൻറ്റ് റീഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഫാസ്റ്റ് ശരിക്കും നമുക്ക് കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിംഗർ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആനിമേഷൻ കുറച്ച് സ്ലോ ആണ്. അതായത് സ്ക്രീൻ ഒന്ന് ഫെയ്ഡായി ആണ് ഈ ഓണായി വരുന്നത്. മറ്റ് ഫോണുകൾ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഓണാവുന്നൊരു ഫീച്ചർ ഇതിലില്ലാത്തതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ചെറിയൊരു സ്ലോനെസ് ഫീൽ ആവുമെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി പിക്സൽ 4a 5Gയുടെ US-ലുള്ള പ്രൈസ് എന്ന് പറയുന്നത് $499 ആണ്. അത് ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 36,200 rupees അടുത്താണ് വരുന്നത്. എന്നാൽ ഇന്ത്യൻ വേരിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പിക്സൽ 4a 4G വെർഷൻ ഇപ്പോൾ നമ്മൾ ആമസോണിൽ പോയതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 36,230 rupees ആണ് ഇപ്പോഴത്തെ നമ്മുടെ ആമസോണിലുള്ള പ്രൈസിങ് എന്ന് പറയുന്നത്. എന്നാൽ പിക്സൽ 4a 5G നമ്മുടെ പിക്സൽ 4a ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഡിസ്പ്ലേ തൊട്ട് ബാറ്ററി തൊട്ട് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിൽ വരെയും വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പിക്സൽ 4a 5G ലോഞ്ച് ആവാത്തത് വളരെ വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോർമൽ പിക്സൽ 4a എടുത്തവർക്ക് പിക്സൽ 4a 5G ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രൈസിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസും മെച്ചപ്പെട്ട ഡിസ്പ്ലേയും എല്ലാം കിട്ടിയേനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.